തിരുവനന്തപുരം മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. ബിന്ദുവിനെതിരെ മോഷണ പരാതി നൽകിയ ഓമന ഡാനിയലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ബിന്ദുവിനെതിരെ പരാതി നൽകിയ ഓമനയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇന്നലെയാണ് ഓമന ഡാനിയലിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇവരുടെ പരാതിയെ തുടർന്നാണ് നെടുമങ്ങാട് സ്വദേശിനിയായ ദളിത് യുവതിയെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും ഒരു രാത്രി മുഴുവൻ അവരെ കസ്റ്റഡിയിലിരുത്തുകയും കുടിവെള്ളം നൽകാതിരുന്നതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഓമന ഡാനിയൽ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൃത്യമായി പറഞ്ഞത് അവർക്ക് സ്വർണം നഷ്ടപ്പെട്ടിരുന്നു. അത് പിന്നീട് കിട്ടി. സ്വർണം നഷ്ടപ്പെട്ട സമയത്ത് ഈ സ്ത്രീയിൽ പരാതിയുണ്ട്, അല്ലെങ്കിൽ ഈ യുവതിയിൽ പരാതിയുണ്ട് എന്ന് നൽകിയാണ് അന്ന് പോലീസിനെ സമീപിച്ചത്. അതിനുശേഷം ഈ സ്വർണം കിട്ടിയവരോട് തന്നെ അവര് പരാതിയിൽ നിന്ന് പിന്മാറിയെന്നും മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ബിന്ദു ആകട്ടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, തന്നെ വെറുതെ മോഷണക്കുറ്റം ചുമത്തി ആണ് ഈ സ്ത്രീ മാനസികമായി പീഡിപ്പിക്കാൻ പോലീസിന് സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള മൊഴിയാണ് ദളിത് യുവതി നൽകിയിട്ടുള്ളത്. ഇരുവരുടെയും മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് ഈ അന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ജോലിയാണ്. അത് ഇന്നും നാളെയുമായി പൂർത്തിയാക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിദ്യാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഏകദേശം 3 മണിക്കൂർ സമയമെടുത്താണ് ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അവർക്ക് ആ വീട്ടിലുണ്ടായ ദുരനുഭവങ്ങളും ഒപ്പം പോലീസ് സ്റ്റേഷൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളും എല്ലാം തന്നെ വ്യക്തമായി അവർക്ക് നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ആണ് ഇന്നലെ ഓമന ഡാനിയലിന്റെ മൊഴിയും രേഖപ്പെടുത്തിയത്. അവർ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അതായത് മാല മോഷണം പോയിരുന്നു, പിന്നീട് കിട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരം കാര്യങ്ങൾ അവർ ഉറച്ചു നിൽക്കുന്നു എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഒരു SI അവിടെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനിയും ബാക്കി നടപടികൾ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും കേസിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ബിന്ദുവിന്റെ തീരുമാനം. ശരി. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു. ബിന്ദുവിനെതിരെ മോഷണ പരാതി നൽകിയ ഓമന ഡാനിയലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.